Orange, 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 orange. Orange 4 kilo 100, 4 kilo 100, 4 kilo 100. Orange, orange. അല്ലേ ഇവന് ഓറഞ്ചിന് എത്ര റുപ്യ? 4 കിലോ 100. ആണേ ഇനിയും കുറയോ? കുറയിലെത്താത്തേ. കുറച്ചും കൂടി ഒന്ന് കുറച്ച് കൊണ്ടുക്കി. കുറഞ്ഞ് ഇത്രയായില്ലേ, ഇനി എങ്ങോട്ട് പറയാനാ? ആ ഞാൻ കൊണ്ട് നല്ല നോക്കി എടുത്തിടേ. നല്ല മധുരമുള്ള എടുത്തിട്. ആ ഒന്ന് അധികം ഇട്ടേക്ക്. ഇതൂടി അതിലങ്ങ് ഇട്ടേക്ക് ഫ്രീ. ആ എന്തുവനെ ഒന്ന് പൊളിച്ച് തിന്നട്ടെ. മധുരണ്ടോ മധുരവും പുളിയും കൂടിയാ. സാധനം വെറുതെ കൊടുത്താലും ലേശം കൂടി വില അറിയോന്ന് ചോദിക്കുന്ന സീസണാ മലയാളി. ഓറഞ്ച് 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 ഓറഞ്ച്. എനക്കെന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നാൻ തേത്താ? ഞാൻ ഇത്താത്താനോട് പറഞ്ഞാണ് എന്ത് ഉണ്ടാക്കേ. അനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നൂടെ? എല്ലാത്തിനും ഒരു കുമ്മമാണ്. ആൺകുട്ടികളും അത്യാവശ്യം അടുക്കളപ്പണിയൊക്കെ എടുക്കണത് നല്ലതാ. എനിക്കൊരു മുട്ട പൊരിക്കാൻ അറിയോ? മുട്ട പൊരിച്ച തിന്നാനറിയാം. തിന്നാൻ മാത്രം അറിയാ. തിന്നാൻ മാത്രം പഠിച്ചാ മതിയോ? ഒരു ദിവസം മെച്ചായിട്ട് മയ്യത്തായി പോയിന്ന് വിചാരിക്കും, എന്താക്കൂ? മയ്യത്തായി പോയ പിന്നെ എന്ത് ചെയ്യാ? ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട് ആളുകളൊക്കെ അറിയിച്ച് പൊരേന്റെ മുന്നിൽ ഒരു കറുത്ത കൊടിയൊക്കെ കെട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കബറടക്കും. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? സ്വന്തം അമ്മച്ചിനോട് എന്നെ പറയണട്ടോ. ഈ ഉമ്മച്ചിക്ക് ഒരിക്കലും മരണമല്ലോ. ഉമ്മച്ചി ഇവിടെയാണ് ജീവിക്കുന്നത്. ഇവിടെ എന്റെ പള്ളേലോ അതാ പൈക്കുമ്പോ കുമ്മാ കുമ്മാ എന്നാണ് നിലവിളിക്കണേ. അല്ലമ്മച്ചി നെഞ്ചിൽ ഇവിടെയാണ്. ഒന്ന് നിർത്ത്. വർത്താനം പറഞ്ഞിക്കാണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി താ ഉമ്മച്ചിയെ. ഓ തേരാ പേടിക്കല്ലേ. ഇന്നത്തെ കല്യാണത്തിനുണ്ടല്ലോ എന്തേത്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു അറിയോ? എനിക്ക് കോയിങ്ങനെ വറുത്തിട്ട് അതിന്റെ മുകളിൽ സവാള ഇങ്ങനെ കുഞ്ഞു 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 കുഞ്ഞാന്ന് അരിഞ്ഞിങ്ങനെ അലങ്കരിച്ച് വെച്ച ഒരു ഐറ്റം. നമ്മളതിന് ഒരു കാലാട്ടം എടുത്ത് രസായിനോ. പിന്നെ ബിരിയാണി ആണെങ്കിൽ മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ചെമ്മീൻ ഉണ്ട്, അയക്കൂറുണ്ട്. അതിലേതമാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ മട്ടന്റെ ആട്ടോ എടുത്ത് അതിലുണ്ടല്ലോ മോളെ ഇങ്ങനെ അരി ഇങ്ങനെ ചെറിയ 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 എല്ലാ അരിയില്ലേ അതിങ്ങനെ മസാലയായിട്ട് ഇങ്ങനെ കൂട്ടി കൊയിഞ്ഞ് മറിഞ്ഞിങ്ങനെ അത് ആലോചിക്കുമ്പോ തന്നെ എന്തോ ബിരിയാണി, സൂപ്പർ ടേസ്റ്റ് ഉള്ള ബിരിയാണി. പിന്നെ ആടെ ലൈവായിട്ട് ടെലികാസ്റ്റിംഗ് ഉണ്ടായിനി. അതൊന്നല്ല, ആടെ ലൈവായിട്ട് ബിരിയാണി തിന്നോൽക്ക് ഇങ്ങനെ ജിലേബി ഉണ്ടാക്കി കൊടുക്കുക. ചൂടോടെ അങ്ങനെ ബിരിയാണി തിന്ന് കയ്യും വരുമ്പോ ഓരോന്നിങ്ങനെ തിന്ന. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊതിപ്പിക്കാനാ? എന്തേലും ഉണ്ടാക്കി താ ഉമ്മച്ചിയെ. ഉമ്മച്ചി ബിരിയാണി, കോഴി, ആടും ജിലേബിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഉമ്മച്ചിയെ. തൽക്കാലം വിശപ്പ് മാറാനുള്ള സാധനം നമ്മളെ കയ്യിലുണ്ട്. പിങ്ങിക്കോളി. ഇതെന്താ ഓറഞ്ചോ? ഓറഞ്ചെങ്കിലും ഓറഞ്ച്. അല്ല ഇത് കൊറേ ഉണ്ടല്ലോ. 4 കിലോ 4 കിലോ ഓറഞ്ച് വാങ്ങിന്ന് പറഞ്ഞ് ഞങ്ങളെ ഒതുക്കാന്ന് വിചാരിക്കണ്ട. വേഗം വല്ലതും തിന്നാണ്ടാക്ക്. അറ്റൊക്കെ പള്ളിയില് കൊക്കോക്കുഴി കുടില് കെട്ടി താമസിക്കണോന്നാ നമ്മളെ സംശയം. എന്റെ ഉമ്മച്ചിയെ നിങ്ങൾ വർത്താനം പറഞ്ഞു നിൽക്കാണ്ട് വേഗം അടുക്കളയിലേക്ക് ചെല്ലി. ഈ 4 കിലോ ഓറഞ്ച് തീരെ അധിക സമയമൊന്നും വേണ്ടാന്ന്. ഇങ്ങനെയുണ്ടോ ആക്രാന്തോ? നമ്മള് പോണേ രണ്ടിടത്തിന് അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണിക്കണോ? ജഗതി പറഞ്ഞോണേ ആർക്ക് മൂത്ത് ഭ്രാന്തയക്കണതാ തോന്നുന്നു. അതെ, ഇനി അതിന് തിരിച്ച് മറുപടി പറയാൻ നിക്കണ്ട. തൽക്കാലം നമുക്ക് ഈ ഓറഞ്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കറക്റ്റ് പോയിന്റ് എത്താത്ത. ചില ഓറഞ്ചിന് മധുരം ഉണ്ടാവും, ചിലതിലില്ല.
ഇതൊക്കെ കച്ചവടക്കാരെ തന്ത്രല്ലേ. നമുക്ക് മാത്രം നല്ല ഓറഞ്ച് തന്നാൽ വേറെ ആൾക്കാർക്ക് കൊടുക്കുമ്പോ കൂടുതൽ മധുരമില്ലാത്ത ഓറഞ്ച് അവർക്ക് കിട്ടും. ഇതാകുമ്പോ എല്ലാവർക്കും കിട്ടുമല്ലോ. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെന്താ പ്രശ്നം? ഉണ്ടാകുന്നില്ല. നാട്ടിലുള്ള സകലമാന ഹോട്ടലിലും ചായ അടിക്കുന്ന ആണുങ്ങള്, പക്ഷെ സ്വന്തം പൊരയില് മാത്രം ചായ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ എടുത്തു കൊടുക്കണം. ചായടി മാത്രല്ല, ഹോട്ടലിൽ പാചകവും സാക്കല അടുക്കളപ്പണിയും ആണുങ്ങൾ തന്നെയാ ചെയ്യണേ. ഒരൊറ്റ എണ്ണോ സ്വന്തം പൊരയില് കാട്ടിക്ക് വറക്കാൻ കൂടി പെണ്ണുങ്ങളെ സഹായിക്കൂല. എന്തൊരു വിരോരാധാത. ഓ, എന്തൊക്കെ അകന്നെ. അല്ല, ഇതുവരെ ഒന്നും ആയില്ലേ? ഓറഞ്ച് തിന്ന് തീർത്തോ രണ്ടാളും? കൊറേ തിന്നതിന് ശേഷം മടുപ്പ് വന്ന് ഈ ഓറഞ്ചിനെല്ലാം എങ്ങനെ തിന്നോണ്ടിരിക്കണേ. ഇവിടെ ഒന്നും ആയില്ലേ? നമ്മൾ ഒരു മനുഷ്യ സ്ത്രീയാണ്, യന്ത്ര മനുഷ്യൊന്നും അല്ല. യന്ത്ര മനുഷ്യ സ്ത്രീ എന്ന് പറ. ഒരു കണക്കിന് ചിന്തിച്ചാല് 10 യന്ത്ര മനുഷ്യന്മാര് ഒരുമിച്ച് നിന്ന് ചെയ്താ തീരാത്തത്ര പണിയാണ് ഒരു വീട്ടമ്മ ഒരു ദിവസം ഒറ്റയ്ക്ക് നിന്ന് ചെയ്യണേ. അതുകൊണ്ട് ഉമ്മച്ചിക്ക് അഭിമാനിക്കാലോ. അഭിമാനിക്കാലോ. നാണല്ലോ എനിക്കൊന്നും ഇങ്ങനെ പറയാനി. ഒരു സവോളെങ്കിലും ഈ എന്റെ ഒപ്പം അറിയാൻ കൂടുവോ? ആവൂല്ല. എന്റെ ഉമ്മച്ചിയെ ഒന്ന് നിർത്തി. ഈ ഒരു പെണ്ണല്ലേ റസിയ, നാളെ വേറൊരു പൊരയിൽ ചെന്ന് കേറണ്ടല്ലേ എനിക്ക്? നാളെയോ? നാളെന്ന് പറഞ്ഞ ഇനി വരുന്ന എല്ലാ ദിവസവും നാളെ തന്നെ ആണ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചേ. അങ്ങനെ പറയരുത് ഉമ്മച്ചിയെ. നാളെ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ മാത്രമാണ്. ഓ, ഓന്റെ ഒരു ഡയലോഗ് ഒന്ന് നിർത്തണ. റസിയ, വേറൊരു പൊരയിൽ ചെല്ലുമ്പോ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ആടുള്ളോൽ എനിക്ക് മനസ്സമാധാനം തരൂല കേട്ടോ മോളെ. അതുകൊണ്ടാണ് ഉമ്മച്ചി പറയുന്നത് അങ്ങോട്ട് നോക്കി ഉമ്മച്ചിന്റെ ഒപ്പം എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറ്റി. ഞമ്മളൊരു വീട്ടുവേലക്കാരിയായിട്ട് ഒരു പൊരയിൽ കയറി ചെല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താ ഉദ്ദേശിക്കണേ? തേങ്ങാ കൊല. റിസോനെ വാടാ, നമുക്ക് ബാക്കിയുള്ള ഓറഞ്ചിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. ഇല്ലെങ്കിലേ എനിക്ക് തലക്ക് പട്ടു പിടിക്കും. പോയിക്കോളി, ഉണ്ടാക്കി കഴിച്ചിട്ടേ ഞമ്മള് വിളിച്ചു വരുത്താ. പോ വാടാ. അല്ല ഉമ്മച്ചിയെ, എനിക്കൊരു സംശയമുണ്ട്. എന്തേതോ? അല്ല, ഈ ഓറഞ്ചിന് എങ്ങനെയാണ് ഓറഞ്ചിന്റെ പേര് വന്നത്? ഒന്റെ ഉപ്പ മൂട്ട മൂസല്ലേ, മൂപ്പരോട് പോയി ചോദിക്കും. പണിയിലാണ്ട് കുത്തിക്കല്ലേ. അമ്മ തലയ്ക്ക് അസുഖമാണ്. എന്താ ചെയ്യാ? അല്ല, ഓറഞ്ചിനെങ്ങനെ ഓറഞ്ചിന്റെ പേര് വന്നേ? ഓറഞ്ചിന് മധുരം ഉണ്ടോന്ന് നോക്കാം. മധുരം പോരാ. ഇതാണ് പറയുന്നത്, ഒന്നിനെയും പുറമോടിക്ക് വിശ്വസിക്കരുത്. ഏതായാലും വെറുതെ ഒരു ഓറഞ്ച് ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ. എന്ത് സുഖം? എനിക്ക് മടുത്ത്. ആ ശരി, ഇന്ന് അങ്ങോട്ട് വന്നിക്ക്. അല്ല, അങ്ങനെയല്ല പറഞ്ഞ്, പുളിയുള്ള മടുത്തെന്നാ പറഞ്ഞ്. മധുരമുള്ള കിട്ടണം. അല്ല, രണ്ടാൾക്കും പഠിക്കാനൊന്നും ഇല്ലേ? പുതുമയുള്ള വല്ല ചോദ്യം ചോദിക്കും വെച്ച് ഞങ്ങള്. അല്ല, ഞമ്മൾ ഈ ചോദിക്കണല്ലാണ്ട് നിങ്ങൾ പഠിക്കണമെന്നും കാണില്ല. ഞമ്മള് ഓറഞ്ച്, പിന്നെ ഓറഞ്ച്. ഉമ്മച്ചി 4 കിലോ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഓൾ ഓറഞ്ച് വാങ്ങിയാരും ഞമ്മളറിയണ്ടേ? ഓളൊന്ന് വിളിച്ചു പറയണ്ടെന്നാല്. അത് സാരം പിച്ചേ, ഇത് ഉമ്മക്ക് തന്നെ തീർക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അല്ല, അത് തീർക്കുന്ന വിഷയമല്ലല്ലോ പ്രധാനം. ഞമ്മള് 100 രൂപ വെറുതെ പോയില്ലേ? വെറുതെ പോകുന്നതല്ലോ, നമ്മൾ തിന്നണല്ലേ. അതിന് പാത്ത് വാങ്ങിയ 4 കിലോ ഇവിടെ ഇല്ലേ? അല്ല, അതിപ്പോ തീരൂ. ലാസ്റ്റ് കല്യാണം 4 കിലോ ഓറഞ്ച് തീർത്തോ? അതെ. നിങ്ങൾ രണ്ടാള് മാത്രോ? അതെ. എന്റെ പഠിച്ചോനെ, ഇത്തോതിൽ 4 കിലോക്ക് 10 രൂപയൊക്കെ ഞമ്മള് തെണ്ടി പോവുമല്ലോ എന്ന് പറഞ്ഞ ഇപ്പൊരെ തിന്നാൻ എന്താ വേണ്ട ഉമ്മച്ചിയെ? കല്യാണം കൂടി വയറ് നേരെ തിന്നിട്ടാണ് ഉമ്മച്ചി വന്നത്. പിന്നെ ഞാളിവിടെ പട്ടിണിയാണ്. ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് അടുക്കള കയറിയിട്ട് നേരം കുറയായി. ഇതുവരെ ഒന്നും ആയിക്കില്ല. ഞങ്ങൾ 4 കിലോ ഓറഞ്ച് തിന്നിട്ട് വിശപ്പിടക്കി. ഇതെന്തൊരു വിശപ്പാണ് മക്കളെ. വല്ല സൂക്കടും വരൂ. ഒന്നാമത് ഇതിന്റെ അകത്തൊക്കെ എന്തൊക്കെയോ കുത്തി വെക്കുന്നുണ്ട്. ഓ, അത് പെയിന്റ് അകത്തുനിന്നല്ല, സർവ്വസാധനത്തിൽ വിഷ. ഉപ്പച്ചി വിൽക്കുന്ന മീനില് വരെ. കഴിക്കണ അരിയിലും പ്ലാസ്റ്റിക്കിന്റെ അംശം ഉണ്ടെന്നാ പറയുന്നത്. എന്തായാലും ഈ ഓറഞ്ച് ഉപ്പച്ചി കൊണ്ടുവന്നത് നന്നായി. കേട്ടാ, നമുക്ക് അടുത്ത ഗെയിം ആരംഭിക്കാം. അല്ല, ഇനി നിന്നാൻ പോവാ? വല്ലാത്തൊരു തീറ്റ തന്നെ കേട്ടോ. അല്ല, ഇങ്ങനെ എന്താ പ്രാന്താ? അല്ലുപ്പിച്ചേ, ഇമാരി വില കുറഞ്ഞ് നിൽക്കുമ്പോഴല്ലേ ഇതൊക്കെ വാങ്ങി തിന്നാൻ പറ്റൂ. 4 കിലോ പോംഗ്രാനൈറ്റ് വാങ്ങി തരാൻ പറഞ്ഞ ഉപ്പച്ചിനെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? എന്ത് പോമറിയോ? മാതള നാരങ്ങ. ഓ, അല്ലോ, അതിനൊക്കെ വലിയ വിലയല്ലേ? അതെ, ഓറഞ്ചിന് വില കുറവല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അത് തിന്നു. ഓ, കഴിച്ചോളി കഴിച്ചോളി. സൂക്കാട് വരണ്ടെന്നാ മതി.
അല്ലെ പാത്തോടെ ഓളെ ഒച്ചയും പിള്ളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. പാത്തുവോ പാത്തുവോ? ആ പാത്തുവോ, ഇജെന്താ ഇവിടെ കിടന്ന് ഉറങ്ങുക? മക്കള് തിന്നാനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് 5-6 കിലോ ഓറഞ്ചൊക്കെ തിന്നു കഴിഞ്ഞ്. പാത്തുവോ ഡി? ആന്നില്ല പൂച്ചക്കായി. ഓ തല പൊട്ടി പൊളിയുന്ന വല്ലാത്തൊരു തലവേദന. നല്ല പനിയുണ്ടല്ലോ എനിക്ക്. എണീക്ക് വാ, നമുക്ക് ആശുപത്രി പോവാ. അതിനു മാത്രം ഒന്നും ഉണ്ടാവില്ല, കിടന്നുറങ്ങിയാ തീരൂ. എന്നോടാ പറഞ്ഞ വേഗം വരാൻ. ഇമ്മാരി പനിയൊക്കെ വെച്ചോണ്ടിരുന്നാണ്ടല്ലോ, അത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആവൂ. വാ എണീക്ക്, വാ വാ പോവാ. നമ്മള് വരാ. നിങ്ങൾ ഈ MIT മോള് പാഞ്ഞു കയറാൻ നമ്മൾ കൊണ്ടാവൂല. ഒരു ഓട്ടോറിക്ഷ വിളിക്കണം എന്തായാലും. ഓട്ടോറിക്ഷ വിളിക്കാ. ഇനി കാറ് വേണോ? കാറൊന്നും വേണ്ട, തൂവൽ ഓട്ടോറിക്ഷ വിളിച്ചാ മതി. വിപിൻ ബോസിന്റെ കുറച്ച് വൈകിയാൽ ആംബുലൻസ് വിളിക്കേണ്ടി. അതിനൊന്നും നിക്കണ്ട, എണീക്ക് എണീക്ക് എണീക്ക്. അങ്ങൾ ഇങ്ങനെ ഉന്തി കളിക്കല് ഇന്നെ കൊണ്ടാന്നില്ല. ഇതെങ്കിലും വെച്ചോണ്ട് നിക്കണ്ടെന്ന് പറഞ്ഞില്ല. എനിക്ക് അങ്ങോട്ട് നിങ്ങൾ ആ പർദ്ദ എടുത്തേരിയേ. എടുത്തേക്കാം. ഇങ്ങനെ വയ്യാണ്ടായി എനിക്കൊന്ന് വിളിച്ചൂടെ പാത്തുവോ? ചെല്ലപ്പെട്ട പർദ്ദ എടുത്ത് മാറ്റി. പർദ്ദ എടുത്തേരി. എടുത്തരാ. ഞാൻ ആദ്യം ഓട്ടോറിക്ഷക്കാരനെ വിളിക്കട്ടെ. വിളിച്ചാതിയേ. ഡോക്ടർ എന്ത് പറഞ്ഞു? കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. അല്ല നമ്മളെ കഞ്ഞുകൂടി മുട്ടിയില്ലേ? ഓന്റെ കഞ്ഞുമുടി മുട്ടിയല്ലോ ഓന് വിഷമോ. അല്ലാണ്ട് സ്വന്തം ഉമ്മക്ക് സൂക്കേട് വന്നേലല്ല. അധികം സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞു. ഓല കെട്ടിയോളോട് പോയി പറയേ, ഒരു പനി വന്നെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് നിക്കാനൊന്നും പാത്തൂനെ പറ്റൂല. മയ്യത്തായാലും വർത്താനം പറയുന്ന പാർട്ടിയാണ്. അധികം സംസാരിക്കുന്ന ഡോക്ടർ പറഞ്ഞു. ഡോക്ടർക്ക് വല്ല അറിയും നമ്മളുമ്മനെ കുറിച്ച്? മോനെ മതി നിർത്തിക്കാളെ. അയ്യോ പോയി റെസ്റ്റ് എടുക്ക പറ്റൂ. റെസ്റ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ റസ്കിന്റെ കാര്യം ഓർമ്മ വന്നേ. റസിയ അടുക്കളയിന്ന് റസ്ക് 4 എണ്ണം എടുത്തുണ്ട് കട്ട ചായയില് മുക്കി കുടിച്ച് നമ്മള് റെസ്റ്റ് ചെയ്യട്ടെ. റസ്കു നല്ല കോമ്പിനേഷനാ. ഞാനാണ് ഇവിടെ അടുക്കള കയറിയ ആരാ ചോറും കറി ഉണ്ടാക്കുക? നമ്മള് അതിലും ഭേദം പട്ടിണി കിടന്ന് ചാവുന്ന. പിന്നെന്ത് ചെയ്യൂ? റഷ്യൻ അടുക്കളയിലേക്ക് കെറ്റാന്ന് പറഞ്ഞാല് അതിലും വരെ ചന്ദ്രനിലേക്ക് നടന്നു പോണതാ. അല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്താ ചെയ്തേ പറ്റൂ. നമുക്ക് ആ കുടുംബശ്രീക്കാരെ മെസ്സെന്ന് വാങ്ങാം. സ്ത്രീന്ന് അതാകുമ്പോ 3 നേരം വലിയ പൈസ ചെലവില്ലാണ്ട് കാര്യം നടക്കും. തൽക്കാലം ചെയ്യാം, അതൊരു ചെലവാണ്. അല്ലാണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യാ? ശരി, മെസ്സെങ്കിൽ മെസ്സ്. എന്താ ചെയ്യാ? ഞാനേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കാം. ഉമ്മച്ചിക്ക് പനിയാണ്, കുക്കിംഗ് വലിയൊരു പണിയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല അയൽപക്കക്കാരോ സുഹൃത്തുക്കളോ ഉമ്മച്ചീനെ കാണാൻ വരുമ്പോ നമ്മളെ കൂടി ഒന്ന് ഓർക്കട്ടെ. വല്ല ബിരിയാണിയോ ചോറോ കറിയൊക്കെ കൊണ്ടുവന്നാലോ? ഫേസ്ബുക്ക് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ. ചില ബന്ധുക്കാരെയൊക്കെ നമ്മൾ വിളിച്ചിട്ട് പറയാം, ഓരോ എന്തെങ്കിലും വരുമ്പോ കൊണ്ടുവരട്ടെ. ഇത് ഞാൻ നോക്കാലം എന്താ നടക്കണം. നോക്കാലെന്താ നടക്കുന്നത് നയ്യാ നോക്ക്, നമ്മളകത്തേക്ക് അല്ലട്ടെ. ഇപ്പൊ തന്നെ പോസ്റ്റ്. എന്റെ ഉമ്മച്ചിക്ക് പനിയാണ്. മൈ മദർ ഈസ് എ ഫീവർ. കുക്കിംഗ് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കുക്കിംഗ് ഈസ് എ ഗ്രേറ്റ് ഫങ്ഷൻ. പോരെ? കേട്ടല്ലേ? വേണ്ടല്ലേ? മലയാളത്തിലാ നന്നാവുക. കാരണം വായിക്കുന്നതിന് മനസ്സിലാണ്ടേ. ഹലോ. ഒന്നുമില്ല, പാത്തൂനൊരു പനി. ആശുപത്രിയിലൊന്നല്ല, വീട്ടിൽ തന്നെ ഉണ്ട്. ബെഡ് റെസ്റ്റില്ല. അല്ല, എല്ലാരും ഒന്ന് അറിയിക്കാൻ വിചാരിച്ച്. അല്ലെ, അങ്ങനെ സീരിയസ് ഒന്നല്ല. കിടപ്പിലായതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഒന്ന് പോയി. എന്നാ ശരി, സമയം കിട്ടുമ്പോ ഇതിലേക്കൊന്ന് പോരി. ആർക്കൊരു സന്തോഷമില്ലെന്ന് കാണുന്നത്. എന്നാ ശരി. ഹലോ ബഷീറേ, അസ്സലാമു അലൈക്കും.
ആ ഒന്നുമില്ല, പാത്തൂന് പനിയടോ. ഏയ് അല്ല, എലിപ്പനിയൊന്നുമല്ല, സാധാരണ പനി തന്നെയാ. ഹോസ്പിറ്റലിൽ വീട്ടിൽ തന്നെ ഉണ്ട്. ആ അതേ, സമയം കിട്ടുമ്പോഴേ ഒന്ന് ഇതിലേക്ക് ഇറങ്ങി, ഞാനും പറയലുണ്ട്. അപ്പൊ സൗകര്യം പോലെ ഇറങ്ങി കേട്ടാ. ആയിക്കോട്ടെ. ആ ഹലോ മാസേ, എന്തൊക്കെയാ വിശേഷം? ആ ഇവിടെ പാത്തൂന് പനിയാണ്. ഉമ്മാക്ക് എങ്ങനെയുണ്ട്? ആ ഉമ്മച്ചിക്ക് കുറവുണ്ട്. എവിടെയുള്ള ഈ അതുണ്ട്. പിന്നെ ഓറഞ്ച അല്ലോ പടച്ചോനിതിപ്പോ എത്ര വെച്ചിട്ട് കഴിക്കുക? ഇതെന്താ? നമുക്ക് എങ്ങനെടാ? കുഴപ്പമില്ല. ആ ഫേസ്ബുക്കിൽ കണ്ടിട്ടായിരുന്നു. എന്നാ പിടി, ഞാനൊന്ന് പോയി കാണട്ടെ. ഇതെല്ലാം കൂടി ഇപ്പൊ എന്ത് ചെയ്യും? കുത്തിരിച്ച് തിന്നണോ, അല്ലാണ്ട് എന്താ ചെയ്യാ? എല്ലാ കവറും 4 കിലോന്റെയാ. അതിനിപ്പോ എന്താ താത്ത, നമ്മള് തോറ്റ് പിന്മാറാൻ പാടില്ല. തിന്നാനുള്ള സാധനല്ലേ, പേടിക്കണ്ട. ഇതിനൊക്കെ നമുക്ക് ഒരു പരിഹാരം ആക്കാന്നേ ഉള്ളൂ. ദേ വരുന്ന ഒരാള്. പടച്ചോനെ, കയ്യിൽ ഓറഞ്ച് അല്ലാതെ വേറെ എന്തേലും അവിടെ. ഓ പാത്തൂന് എങ്ങനുണ്ട്? ഉമ്മച്ചിക്ക് ഭേദായി. ആ എന്നാ അത് പിടി. ഓറഞ്ച് ആയി. എന്തേ? അല്ല ഒന്നുമില്ല. ആ ഞാൻ പോയി ഓളൊന്ന് കണ്ടിട്ട് വരട്ടെ. പിന്നെ 4 കിലോ ഓറഞ്ച് ഇതെല്ലാം കൂടി എന്താ ചെയ്യാ? പുഴുങ്ങി തിന്ന് ഞമ്മക്കൊരു ഐഡിയ ഇല്ല. ഉള്ള ഓറഞ്ച് ഒക്കെ തിന്നിട്ട് എന്റെ പള്ള എന്തോ ഒരു പോലെ. പറച്ചോനെ, അടുത്ത സൂക്കേട് ഇത്താത്ത കഴിക്കും ചിലപ്പോ. സൂക്കേട് വന്നാലേ ആരെ അറിയിക്കാൻ നിൽക്കണ്ട. ഓറഞ്ച് വെക്കാൻ വേണ്ടി സ്ഥലം ഇല്ലാണ്ടാവും. എന്റെ പഠിച്ചോൻ ഇനി ഒറ്റ സന്ദർശകർ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ? ഇനിയിപ്പൊ വന്നാ തന്നെ ഓറഞ്ച് ഇല്ലാതെ വന്നാ മതിയേ. അല്ല, നമുക്ക് ഇത്തിരി ചോറും കൂട്ടാനായിട്ട് ആരും വന്നില്ലല്ലോ. ഈ ഓറഞ്ച് കാണുമ്പോ തലക്ക് ഭ്രാന്ത് പിടിക്കുക. എടാ റിസ്വാനെ, ഉമ്മച്ചിന്റെ അസുഖം മാറിയെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്. അതെ അതെ, ഇല്ലെങ്കിൽ ലോഡ് കണക്കിന് ഓറഞ്ച് വന്ന് വീട്ടിൽ നിറയും. ഇപ്പൊ തന്നെ ഇട്ടേക്കാ. ഒരു പനി വന്നാട്ട് പോയി. ഈ ഓറഞ്ചിനെല്ലാം കൂടി നമ്മൾ ഏടുക്ക് പറഞ്ഞു വിടും മക്കളെ. അതിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങളും ആലോചിക്കുന്നത്. ഫ്രിഡ്ജ് നിറച്ചു ഓറഞ്ചാ. അതിന്റെ 4 ഇരട്ടിതാ പുറത്ത് മുഴുവനുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് മുഴുവനും ചീഞ്ഞു. ആർക്കെങ്കിലും മാണോന്ന് വെച്ചിട്ട് ആർക്കിട്ട് മാണ്ടാനോ എല്ലാരും വാങ്ങിക്കണേ. ഇത് തിന്നുമ്പോ കാണുമ്പോ എന്നാ പിന്നെന്തിനാ തിന്നുന്നു? വിറ്റാമിൻ സി ആണോല്ലേ റസിയ, അതുകൊണ്ട് തിന്നണ. യാതെഴുതി പറഞ്ഞാ. അല്ല, ഈ ഓറഞ്ചിന് ബില്ലുണ്ടെങ്കിൽ വാങ്ങി പിടി കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും മേടിക്കായിരുന്നു. ബില്ല് വൈന്ന് 4 കിലോ 150, 4 കിലോ 150 വിളിച്ചു പറയുന്നിടത്താണല്ലോ ബില്ല്. ഒന്ന് പോയി താത്തായിരുന്നു. ഈ ഓറഞ്ചിന്റെ കാര്യത്തില് നമ്മളൊരു തീരുമാനമാക്കിയിരിക്കുന്നു. ആരും ബേജാറാവണ്ട. എന്റെ തീരുമാനങ്ങൾ എടുത്ത് പറയേ. ഇതിപ്പോ ഒരാൾ ഓറഞ്ചൊക്കെ ഇപ്പൊ എന്താക്കാൻ പോവുക? തൽക്കാലത്തേക്ക് നമ്മളെ കച്ചവടം ഒന്ന് മാറ്റി പിടിക്കുക. MIT-ൽ നമ്മൾ തൽക്കാലം ഓറഞ്ച് കച്ചവടം നടത്തുക. ഓറഞ്ച് വിറ്റ് തീർന്നിട്ടേ ഇനി മീൻ കച്ചവടം ചെയ്യണുള്ളൂ. രണ്ടാളും വായു പൊളിച്ച് നിൽക്കാണ്ടേ ആ ഓറഞ്ച് ഒക്കെ എടുത്ത് ഉപ്പാന്റെ വണ്ടി കൊണ്ട് കയറ്റി ചെല്ല്. അന്നോട് കൂടിയാ പറഞ്ഞേ. ഞാൻ ബാക്കിയുള്ള എന്തൊക്കെ കാട്ടണേ.
മാറി അത് കൊടുക്കി രണ്ടെണ്ണാടെ വെച്ച കിട്ടോ മോത്തൊരുതാനി എല്ലായിടത്തും കേട്ടിട്ട്. നടക്കുന്നു ആ, അവിടുത്തെ അടുത്തോ നടന്നോ. ആ ആ വണ്ടീന്റെ കീ എടുപ്പ് ഈ 10. മുസക്കായി ആ. കുളിക്കാൻ നേരത്തെ ഇത് ചെത്തിയിട്ടുണ്ടല്ലോ മോത്തർദിക്കാളുണ്ട് വെയിലുണ്ട് അതൊക്കെ മാറും ഏ ഇതൊക്കെ ഒന്ന് എടുത്ത് വണ്ടി കൊണ്ടേക്ക് ഇതാ ചെല്ല് ഇതാര് കൊണ്ടോന്നതിനു ഇതാ ഇത് നമ്മളെ ബഷീറും ഭാര്യയും വന്നപ്പോ ആ അതോലുണ്ടോന്നാ ഇതാ പിടിക്ക ആ, ഞാൻ പിടിച്ചു. ആ, ഇതൊക്കെ ബാക്കി ആട്ടെ ഇങ്ങോട്ട്. ഞാളി എന്തുമാരിയാണിത് എം.ഐ.ടി. മൂസ എന്നുള്ള പേര് മാറ്റിയിട്ട് ഓറഞ്ച് മൂസ എന്നാക്കോന്നാ നമ്മളെ പേടി അനക്കൊരു പനി വന്നപ്പോഴേക്കും ഞമ്മളെ പേര് വരെ മാറുകയല്ലേ പേരൊന്നും മാറില്ല ഉപ്പച്ചി ഉപ്പ എന്ന് MAT മൂസ അപ്പൊ ശരി ഈ ഓറഞ്ച് തീർത്ത് വന്നിട്ട് അടുത്ത ഓറഞ്ച് എടുത്തിട്ട് പോണം ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഇങ്ങോട്ട് ഓറഞ്ച് വിലക്കുറവ് ഓറഞ്ച് വിലക്കുറവ് നാലില 99, നാലില 99, ഓറഞ്ച് വിലക്കുറവ്.